നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. താൻ പ്രസിഡന്റായി അധികാരമേൽക്കും മുൻപേ ബന്ദികളെ മുഴുവനും മോചിപ്പിച്ചിരിക്കണമെന്നുള്ള അന്ത്യശാസനമാണ് ഹമാസിന് നിലവിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. ട്രംപ് ഈ അന്ത്യശാസനം നൽകി എന്നുള്ളത് മാത്രമല്ല, ഇതിന് പിന്നിലുണ്ടായ ചേതോപകാരം കൂടിയാണ് ഈ അവസരത്തിൽ പുറത്തുവരുന്നത്. 100ഓളം വരുന്ന ബന്ദികളെ ഇപ്പോഴും കൈമാറ്റം ചെയ്യാതെ ഹമാസ് വിലപേശുമ്പോൾ ശരിക്കും അത് ഹമാസിന്റെ ജീവനുള്ള വിലയാണെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രയേൽ പറയുന്നതനുസരിച്ച് പകുതിയോളം ബന്ദികളെങ്കിലും കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ ബന്ദിമോചനത്തിനിടയിൽ ജീവനോടെ അല്ലാതെ മൃതശരീരങ്ങൾ കൈമാറിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് ഭയക്കുകയാണ് ഹമാസ്. ഹമാസ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാകാൻ ഇസ്രയേലല്ല, മറിച്ച് അമേരിക്ക തന്നെ മുൻകൈയെടുക്കുമെന്നുള്ള സൂചനയും ഇതിലൂടെ പുറത്തു വരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു അമേരിക്കൻ പൗരൻ കൂടി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണം IDF നൽകുകയാണ്. അതിന് പിന്നാലെയാണ് ഹമാസിന്റെ കൗണ്ട് ഡൗൺ ട്രംപ് ആരംഭിച്ചിരിക്കുന്നത്, അതും ബൈഡനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട്. ഗാസയിൽ ഇപ്പോൾ തടവിലുള്ള ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉറപ്പായും ഹമാസ് നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. താൻ അധികാരമേറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ബന്ദിമോചനം നടന്നിരിക്കണം. 2025 ജനുവരി 25 വരെ അവസാന സമയമുണ്ട്. ട്രൂത്ത് എന്ന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തികച്ചും വൈകാരികമായി തന്നെയാണ് അമേരിക്കൻ ജനതയും ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുപക്ഷേ ഈ ഒരു യുദ്ധത്തിന് ചുക്കാൻ പിടിക്കാനും അമേരിക്കൻ ജനത അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കുന്ന ട്രംപിനോട് ഒരുപക്ഷെ ആവശ്യപ്പെട്ടാൽ പോലും അതിന് അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല. കാരണം തങ്ങളുടെയും പൗരന്മാരുടെ ജീവൻ അത്രയധികം വില കൽപ്പിക്കുന്നവരാണ് അമേരിക്കക്കാർ. ഇസ്രയേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാനും 14 മാസമായി ബന്ദിയാക്കിയവരെ മോചിപ്പിക്കാൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡന് സാധിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപ് ഇങ്ങനെ ഒരു താക്കീത് കൊടുത്തത്. ഒക്ടോബർ 7 ഇതിന് പിന്നിലുള്ള മറ്റൊരു കാര്യം കൂടി പരിശോധിക്കുകയാണ്. അമേരിക്കൻ ഇസ്രയേൽ പൗരനായിട്ടുള്ള ഒമർ ന്യൂട്രയെ ഹമാസ് കൊലപ്പെടുത്തി എന്നുള്ള വിവരം പുറത്തു വരുന്നു. കൊലപ്പെടുത്തുക മാത്രമല്ല, മരണപ്പെട്ട അന്നു മുതൽ ഇന്നുവരെയും അദ്ദേഹത്തിന്റെ മൃതദേഹം ഹമാസ് ബന്ദിയാക്കി നാറിയ കളിയാണ് ലോകത്തോട് കാട്ടിയതെന്നാണ് IDF സ്ഥിരീകരിച്ചത്. അതിന് പിന്നാലെയാണ് ഹമാസിനെതിരെയുള്ള കൊലവിളി ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നത്. 2025 ജനുവരി 20 മുൻപ് തന്നെ താൻ അഭിമാനത്തോടെ അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റെടുക്കുന്ന തീയതിക്ക് മുൻപ് എല്ലാ ഹമാസിനെയും നരകത്തിലേക്ക് അയക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളായിട്ടുണ്ടാക്കരുത്. ഇതിന് മിഡിൽ ഈസ്റ്റും ഉറപ്പായും വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത്. മാനവികതയ്ക്കെതിരായിട്ടുള്ള ഈ ക്രൂരതകൾ ചെയ്ത ഉത്തരവാദിത്തപ്പെട്ടവരോട് തീർത്തും കണക്ക് ചോദിക്കാനായി താൻ ഇറങ്ങുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നത് ഗാസയിൽ മനുഷ്യത്വരഹിതമായും ക്രൂരമായും ബന്ദികളാക്കിയവരെ കുറിച്ചാണ്. എന്നാൽ സംസാരം മാത്രമേ നടക്കുന്നു, ഒരു നടപടിയും സംഭവിക്കുന്നില്ല. പക്ഷേ താൻ പറയുന്നു, താൻ ചുമതല ഏറ്റെടുത്ത് ജനുവരി 25 മുൻപ് തന്നെ ഗാസയിൽ ബന്ദികളാക്കിയവരെ മോചിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം അതവർ നേരിടേണ്ടി വരും. മനുഷ്യരാശിക്കെതിരെ ഇത്തരം നിഷ്ഠൂര പ്രവർത്തനങ്ങൾ നടത്തുന്നവരൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് വളരെ പെട്ടെന്ന് ബന്ദികളെ മോചിപ്പിച്ചോളൂ എന്നുള്ള ഒരു താക്കീത് കൂടിയാണ് ട്രംപ് നൽകുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതുവരെ ട്രംപുമായി ബന്ധപ്പെട്ട ഈ പ്രസ്താവനയോട് പ്രതികരണം നടത്തിയില്ല എങ്കിൽ പോലും പ്രസിഡന്റ് ഇതിനോടകം തന്നെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ട്രംപിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറെ വേദനാജനകമായ മറ്റൊരു സംഭവവും ഇതോടൊപ്പം നടന്നിരിക്കുന്നു. കാരണം അമേരിക്കൻ പൗരത്വമുള്ള ഹമാസിന്റെ തടവിലുള്ള 6ഓളം ഇസ്രയേലി ബന്ദികളിൽ ഒരാളായിട്ടുള്ള കീത്ത് സീഗൽ, ഇദ്ദേഹത്തിന്റെ കുടുംബം ചൊവ്വാഴ്ച ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഏറെ വൈകാരികമായിരിക്കുന്നത്. ആ കുറിപ്പിൽ ബന്ദിയാക്കപ്പെട്ടിരിക്കുന്ന ആളുടെ അമ്മ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് പങ്കുവച്ചിരിക്കുന്നത്. മരിക്കും മുമ്പ് ഒരു നോക്ക് തൻ്റെ മകനെ കാണണമെന്ന അതിയായ ആഗ്രഹം പങ്കുവച്ചിട്ട് പോലും അത് സാക്ഷാത്കരിക്കാൻ കഴിയാത്തതിലുള്ള ഹൃദയവേദനയിലാണ് ആ അമ്മ നെഞ്ചുപൊട്ടി മരിച്ചതായും ചൂണ്ടിക്കാണിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഇന്നലെ രാവിലെ എൻ്റെ മുത്തശ്ശി മരിച്ചു. എൻ്റെ പിതാവിൻ്റെ അമ്മ. 1 വർഷത്തിലധികമായി ഹമാസിൻ്റെ ബന്ദിയാക്കിയപ്പെട്ട എൻ്റെ പിതാവിന് അവരോട് യാത്ര പറയണമെന്ന ആഗ്രഹമുണ്ടായിട്ട് പോലും അതിന് കഴിഞ്ഞിട്ടില്ല. മരണപ്പെട്ടത് പോലും ഒരുപക്ഷെ ഇതുവരെയും അറിഞ്ഞിട്ടില്ല. എൻ്റെ പിതാവിനെ 20 വയസ്സുള്ള തീവ്രവാദികളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കടന്നു പിടിച്ചു കൊണ്ടുപോയതും. ടെല്ലവീവിൽ നിന്നും 1 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ഇരുണ്ട തുരങ്കങ്ങളിലും കടുത്ത വിശപ്പിലും വൈകാരികവും ശാരീരികവുമായിട്ടുള്ള ദുരുപയോഗത്തിലൂടെ കടന്നു പോകുന്ന എൻ്റെ പിതാവിനെ കാണാൻ സാധിക്കുമെന്നാണ് കീത്തിൻ്റെ മകൾ എലാൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ്. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത അമ്മയോട് വിട പറയാൻ തൻ്റെ പിതാവിന് കഴിഞ്ഞിട്ടില്ല. ജീവിതകാലം മുഴുവൻ നന്മയില്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യാത്തൊരു വ്യക്തിയാണ്, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്തൊരു വ്യക്തിയാണ് തൻ്റെ അച്ഛൻ. നന്മയിൽ മാത്രം വിശ്വസിക്കുകയും ഒരു വ്യക്തിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. 65 വയസ്സുണ്ട് എൻ്റെ പിതാവിന്. നാളെ ശ്മശാനത്തിൽ നമ്മോടൊപ്പം നിൽക്കാൻ എൻ്റെ അച്ഛന് കഴിയുന്നില്ല.
എൻ്റെ അച്ഛൻ്റെ അമ്മയെ അവസാനമായി ഒന്ന് കാണാൻ പോലും സാധിക്കുന്നില്ല. തന്നെ വളർത്തിയ, ജീവിതകാലം മുഴുവൻ സ്നേഹിച്ച ആ സ്ത്രീയോട് വിട പറയാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അക്രമാസക്തവും കൊലപാതകയുമായ ഒരു തീവ്രവാദ സംഘടന ഗാസയിൽ നിന്നും നമ്മുടെ ജീവിതം എഴുതുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ലോകം നിശബ്ദമാണെന്നും ആ ചെറുപ്പക്കാരി ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 നടന്ന ഇസ്രയേലിൽ നടത്തിയ ഹമാസിന്റെ ആക്രമണത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അന്നുണ്ടായ ഏറ്റുമുട്ടലിൽ 1200ഓളം ഇസ്രയേൽ പൗരന്മാർ കൊല്ലപ്പെടുകയും 251ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്തു. കുറേയധികം ആളുകൾ മരണപ്പെട്ടു. ഇപ്പോൾ 97ഓളം പേർ ഗാസയിൽ ഉണ്ടെന്നുള്ള കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.